മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തന്റെ പ്രചരണം തുടരുകയാണ്. അദ്ദേഹം ഓരോ കൺവെൻഷൻ സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയം നമുക്ക് മാറ്റിവെക്കേണ്ടതില്ല. അതാണ് യാത്രയിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. 4ാം ഘട്ടത്തിലേക്ക് കടന്നുല്ലേ പ്രചരണം? 4ാം ഘട്ടത്തിലേക്ക് കടന്നു. അപ്പം മിക്കവാറും അസംബ്ലി മണ്ഡലങ്ങൾ, ഇതിന്റെ കീഴിൽ 7 അസംബ്ലി മണ്ഡലങ്ങളുടെയും ഏറെക്കുറെ മുക്കും മൂലം എന്ന് തന്നെ പറയാം നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 4 റൗണ്ടായപ്പോൾ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം കൂടി വരികയാണ്. അത് സ്ഥാനാർത്ഥി പര്യടനം ഞാൻ വിചാരിക്കുന്നവർ പ്ലാൻ ചെയ്തത് 13ാം തീയതി മുതലാണ്. 13ാം തീയതി മുതലുള്ള 10-12 ദിവസം ഏതാണ്ട് 1.5 ദിവസം വീതം ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് ഇതുവരെ വലിയ ജനകീയ പങ്കാളിത്തമാണ് എല്ലാത്തിനും കണ്ടത്. ഇപ്പൊ ഈ ആഴ്ച നടക്കുന്നതെന്ന് പറയുന്നത് ഈ വനിതാ സംഘങ്ങളാണ്. നിറയെ വനിതാ സംഘങ്ങളുടെ വലിയ പങ്കാളിത്തമാണ്. അത് നല്ലൊരു ലക്ഷണമാണ്. എല്ലാ പാർട്ടിക്കാരിലും അല്ല, കോൺഗ്രസിന്റെയും മറ്റു ഘടകകക്ഷികളെല്ലാം തന്നെ ഇതിപ്പോ ഈ കോടി വരുന്ന ആളുകൾ അതിന്റെ കോർ ഇതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു വലിയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് നല്ല നിലയിലുള്ള റെസ്പോൺസാണ്. അതിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. മിക്കവാറും നാടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അവരോട്. നമ്മൾ മെയിനായിട്ട് 2 സംഗതികൾ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ, മറ്റൊന്ന് കേരള ഗവൺമെന്റ് നയങ്ങൾ. രണ്ടും തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ പാർലമെന്റിൽ കാണുന്നതെങ്കിൽ തന്നെയും രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് രാഷ്ട്രീയമായിട്ട്. മുഖ്യമന്ത്രി തന്നെയും വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ചെണ്ട പോലെയാണ് ശരിക്കും. 2 ഭാഗത്തും മർദ്ദനം ഏൽക്കുകയാണ്, കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ. കേരള ഗവൺമെന്റ് എടുക്കുന്ന ഓരോ സമീപനങ്ങളും ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആളുകൾക്ക് വളരെ പറയണമെന്ന് അവർക്ക് കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടില്ല, മറിച്ചിട്ട് അവരുടെ കയ്യിലുള്ള തനത് ഫണ്ട് തിരിച്ച് ട്രഷറിയിൽ അടക്കണം എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ പെൻഷനുകൾ നിർത്തിയത്, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ട് നിന്നുപോയ നിരവധി കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കീഴിൽ അവർ അനുഗ്രഹാശിസോടുകൂടി നടക്കുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളാവട്ടെ, CA അടക്കം പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ടുണ്ട്. പിന്നെ അവരെടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നയങ്ങൾ, ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ പണ്ടത്തിനേക്കാളും കുറച്ചുകൂടി പ്രബുദ്ധമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ആശാവഹമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മലപ്പുറത്ത് CAA വിരുദ്ധ പ്രതിഷേധം ന്യൂന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിങ്ങൾ മൊത്തം ആശങ്കയിലാവുന്നൊരു സാഹചര്യമാണ്, അവരുടെ പൗരത്വം ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന തരത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. BJP ഇതിനൊരു പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങേക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഈ ഇന്ത്യ ഗവൺമെന്റ് നയങ്ങൾ, പൗരത്വ നിയമവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട നയങ്ങൾ വളരെ തെറ്റായ നയങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ അതിന് ഫണ്ടമെന്റലായിട്ടുള്ള അതിൽ പ്രോബ്ലം എന്ന് പറയുന്നത്, മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൗരത്വം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് എതിർക്കണം. അക്കാര്യത്തിൽ സജീവമായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾക്കറിയാം. നിങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്ത പത്രലേഖനം, അവിടെ സീനിയറാണ്. നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിൽ 2 പ്രാവശ്യം ഞങ്ങൾ 2 പേരും ആ ഒരു സബ്ജക്റ്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്ന്, നിരാകരണ പ്രമേയം. ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ സാധാരണ എന്ത് ചെയ്യും, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് റേസ് ചെയ്യാനോ. കുഞ്ഞാൻ സാഹിബ് ഞാനും 2 പേരും അതിൽ സംസാരിച്ചു. അത് അന്ന് CPM ഇല്ല, നിരാകരണ പ്രമേയത്തിൽ അവർ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചത് ഞങ്ങളാണ്. അത് 8 പേരറ്റോ അവരുള്ളൂ. അതിൽ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. പിന്നെ ചർച്ചയിൽ ഏതാണ്ട് 40-48 പേര് പങ്കെടുത്തു. ആ പങ്കെടുത്തതിലും ഞാനും കുഞ്ഞാൻ സാഹിബ് അതിലുണ്ട്. ഞങ്ങൾ അന്ന് മുതൽ പിന്നെ ഒന്ന് നിയമപരമായ പോരാട്ടം. ഇവരൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ആദ്യം ഇത് അന്ന് പിറ്റേന്ന് രാവിലെ സുപ്രീം കോടതിയിൽ എത്തിയത്. അത് അന്ന് ആക്ടിനെതിരായിട്ട് കൊടുത്തു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ റൂൾസിന്റെ വന്നപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങൾ ശക്തമായി മുന്നേ ഞങ്ങൾ വന്നു. അതായത് ഇടതുപക്ഷം മുന്നിൽ വെക്കുന്നത് മുസ്ലിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളത്, അവർ മാത്രമാണ് ഇവരെല്ലാം ഈ പ്രശ്നത്തിൽ പരിഹരിക്കാനുള്ളത് എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതല്ല, ഇവരുടെ ഇത് എന്ന് പറയുന്നത് ഈ അയൽ രാജ്യങ്ങൾ, അതിൽ നിന്നുള്ള ഇന്ന മതക്കാരെന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുസ്, ക്രിസ്ത്യൻ, ജെയിൻസ്, ബുദ്ധിസ്റ്റ്, ഇതെല്ലാം പറഞ്ഞിട്ട് എക്സെപ്റ്റ് മുസ്ലിംസ്. അത് പിന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. അതില്ലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ലെന്ന് തന്നെ. അപ്പൊ അത് വെച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണത്തെ ഏറ്റവും വലിയ ചെയ്യാൻ സമുദായമാണ്, സംശയമില്ലല്ലോ. അല്ല, ആ ഒരു വെറി ഇടതുപക്ഷം വലിയ തോതിൽ പ്രചരണായുധമാക്കുന്നു. അവർക്ക് യാതൊരു ആത്മാർത്ഥയും ഒരു കാര്യത്തിലില്ല. അവരിത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ട ഒന്നും ചെയ്യില്ല. അവര് ചെറിയ ചെപ്പിടി വിദ്യ ഉപയോഗിച്ചിട്ട് ആളുകളെ വോട്ട് വാങ്ങിക്കുന്ന പ്രയോഗങ്ങളാണ്. ഒരു പ്രസ്താവന ഇറക്കുക, ഗോവധം നിരോധിക്കുന്ന സംഗതി വന്ന സമയത്ത് ഇവിടെ പിന്നെ ഇറച്ചി ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുക.
ഇതുപോലുള്ള പൊടിക്കൈകൾ സാധാരണ CPM ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യില്ല. ഒരു മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. തീർച്ചയായും കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ജനരോഷം ഉണ്ട്. അതിന് തടയിടാനൊക്കെ വേണ്ടിയിട്ട് ചില സൂത്രവിദ്യകൾ പ്രയോഗിക്കുകയാണ്. അതൊന്നും ക്ലിക്ക് ചെയ്യൂല. ഇവിടെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തില് കോൺഗ്രസിനെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടും മുസ്ലിം ലീഗിനെ ഒന്നും പറയാതെ, അതായത് ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷ നൽകാൻ കോൺഗ്രസിന് കഴിയില്ല എന്നൊരു മെസ്സേജ് പരോക്ഷമായി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറയണ്ടേ, ഞങ്ങൾക്ക് എല്ലാ കൃത്യമായാലോ. ഞാൻ കോൺഗ്രസ് എന്തുമാത്രം ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടെന്ന് കൃത്യമായി അറിയുന്ന പാർട്ടിയാണ് ഞങ്ങൾ. കോൺഗ്രസിന് വേണ്ടി മുഖ്യമന്ത്രി ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. കോൺഗ്രസ് അത് തികഞ്ഞ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല CPM പോലെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണകൂടം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഭരണകാലഘട്ടം ഈ വിധത്തിൽ മതേതര ജനാധിപത്യത്തിൽ വല്ല ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകുമായിരുന്നെങ്കിൽ അതൊക്കെ കോൺഗ്രസിന്റെ സന്ദർഭോചിതമായ ഇടപെടലിന്റെ ഫലമായിട്ട് അതൊക്കെ വേറെ ഇറക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു കാലത്തിന് ശേഷമല്ലേ ഈ സംഗതികൾ മുഴുവൻ വരുന്നത്. എന്നിട്ട് തന്നെ ഈ BJP ഈ സ്വഭാവത്തിലേക്ക് അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് അന്ധമായ കോൺഗ്രസ് വിരോധം പറഞ്ഞുകൊണ്ട് CPM ചെയ്ത മഹാപാപത്തിന്റെ ശമ്പളമാണെന്ന് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ലല്ലോ. ഇവർക്ക് അവരെ വളർന്നു വരാൻ ഇവിടെ ബദലായിട്ട് കോൺഗ്രസ് വേറെ ഇല്ലല്ലോ. കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചാലും വേണ്ടിയില്ല, കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചാലും മറ്റൊരു BJP വരട്ടെ എന്ന് മൗനാനുവാദം CPM കൊടുത്തതിന്റെ അപരാധം അവരുടെ കയ്യിലുണ്ട്. ആ അപരാധം അവർ ഇനി എന്ത് ചെയ്താലും ആ അപരാധത്തിന് ഒരു മോചിതമാകാൻ ഒക്കില്ല. അത് അവർ ചെയ്ത മഹാപാപം, രാഷ്ട്രീയത്തിലെ മഹാപാപമാണ്. ഒരു സംശയ നിവൃത്തി കൂടെ ചോദിക്കണം. NIA ബില്ലിനെ കുറിച്ചും വലിയ പ്രചാരണം നടത്തുന്നത്. NIA ബില്ല് ആരിഫ് മാത്രമാണ് സംസാരിച്ചത്. അത് തെറ്റ്. NIA ബില്ലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സംസാരിച്ചു, ഞങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതും പ്രൊസീഡിയേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം. NIA ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കരിനിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കുന്ന വിപത്തിനെ പറ്റി സംസാരിച്ച ആളാണ് ഞാൻ. പാർലമെന്റ് രേഖകളെ നോക്കിയാൽ അറിയാം. ഈ തെറ്റായ പ്രചാരണങ്ങൾ വോട്ട് അത് രണ്ട്. അതായത് പാർലമെന്റിൽ പ്രതിഷേധത്തിന് രണ്ട് ഭാവമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വോട്ട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാം. നിങ്ങൾ ഈ സഭയുടെ മുമ്പ് ഒരു സഭ ഉണ്ടായില്ലേ? ആ സഭയിൽ നിങ്ങൾക്ക് അറിയാലോ, ടോട്ടൽ സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചതാണ്. ഒരുപാട് നിയമനിർമ്മാണങ്ങൾ വന്നിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും മണിപ്പൂർ പോലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തു. ബോയ്ക്കോട്ട് ഒരു സമരമാണ്, വോട്ട് ചെയ്തൊരു മറ്റൊരു പ്രതിഷേധമാണ്. ആ സമീപനത്തിൽ വോട്ട് ചെയ്ത് അല്ല. ഞങ്ങൾ അന്ന് നടപടി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ശക്തിയായിട്ട് ഇടപെട്ടതിന് ശേഷം ഒന്നുകിൽ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കാം, ആന്റി വോട്ട് ചെയ്തിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു വിഷയങ്ങളൊക്കെയാണ് ഇടതുപക്ഷം കൂടുതലായിട്ട് മലപ്പുറത്തും മറ്റ് മലബാർ ജില്ലകളിലും പ്രചരിപ്പിക്കുന്നത്. അവര് അതൊന്നും അല്ല പറയേണ്ട കാര്യം. അവര് തങ്ങളുടെ ഗവൺമെന്റിനെതിരായിട്ട് ആൾക്ക് വെറുപ്പുണ്ട്. അതിനെപ്പറ്റി അവർക്ക് എന്താ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിന്നുപോയത്? എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ രൂപത്തിലെത്തിയത്? അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇത്രയും പോറായത് എങ്ങനെയാണ്? പൊതുഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ രാഷ്ട്രീയം നടത്തുന്നതിന് എന്തൊക്കെ അവർ ചെയ്തു എന്നിത്യാദി ചോദ്യങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട്. അതിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു വൈക്ലഭ്യം അവർക്കുണ്ട്. അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തിരിച്ചറിയും, സംശയമില്ല. തീർച്ചയായും ഭരണപരാജയങ്ങൾ ഒളിച്ചുവെക്കുവാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് ET മുദഫിർ പറയുന്നു. ജനങ്ങൾ അത് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.